ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു ആദ്യ രാത്രി നടക്കുന്നതായി കാണിക്കുന്നു. കഥയിലെ ഹീറോയിൻ മണിയറയിൽ ഇരിക്കുന്ന സമയം ഹീറോ അവിടേക്ക് വരുന്നു. കുറച്ച് പ്രായം ചെന്ന ആളായിരുന്നു അവളുടെ വരൻ. അവൾക്കായി കഴിക്കാൻ അയാൾ മധുരം കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ശേഷം തനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് ഹീറോയിൻ അയാളോട് പറഞ്ഞു. തുടർന്ന് ഹീറോയിൻ്റെ മുഖം കാണാനായി അയാൾ ആ സാരി ചെറുതായി ഒന്ന് മാറ്റി. ഹീറോയിനെ കണ്ട അയാൾക്ക് സന്തോഷം അടക്കാനായില്ല. ശേഷം അയാൾ സംഗതികൾ തുടങ്ങാനായി ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകുന്നു. എന്നാൽ ഹീറോയിൻ അയാളോട് അത് വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ അയാൾ പിന്നെയും ലൈറ്റ് വേണ്ട എന്ന് പറയുന്നതോടെ ഹീറോയിൻ വേണമെന്ന് നിർബന്ധിക്കാനും ഒടുവിൽ ലൈറ്റ് ഇട്ട് തന്നെ അവർ എല്ലാ പരിപാടികളും നടത്തി. ശേഷം ഹീറോയിൻ ഒരു ഘട്ടത്തിൽ തളർന്ന് ഉറങ്ങിപ്പോകുന്നു. അത് കാണുന്ന അയാൾക്ക് തൻ്റെ ആദ്യ രാത്രി കുളമായി എന്ന വിഷമത്തിൽ അയാളും കിടന്നുറങ്ങി. ശേഷം അടുത്ത ദിവസം അയാൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങി. ആ സമയം ഹീറോയിനെ പുറത്തേക്ക് വിളിച്ച് താൻ പോവുകയാണെന്നും നിനക്ക് തിരികെ വരുമ്പോൾ എന്താ വേണ്ടതെന്നും അയാൾ ചോദിച്ചു. തനിക്ക് ജിലേബി വാങ്ങിയിട്ട് വരാനും മറ്റൊന്നും വേണ്ട എന്നും ഹീറോയിൻ പറയുന്നു. ശേഷം അയാൾ യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ആ സമയം 2 പയ്യൻസ് അയാളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. അവർ പരിചയക്കാരായിരുന്നു. ആദ്യ രാത്രി എങ്ങനെയുണ്ടായിരുന്നു? ശബ്ദങ്ങളൊന്നും തന്നെ പുറത്തേക്ക് കേട്ടില്ലല്ലോ, ഒന്നും നടന്നില്ലേ എന്നുമൊക്കെ അവന്മാർ ഹീറോയോട് ചോദിച്ച് കളിയാക്കാനും ചിരിക്കാനും തുടങ്ങി. അത് കേട്ട് ഹീറോ ദേഷ്യം വരികയും അവരോട് കലിപ്പിലാവുകയും ചെയ്യുന്നു. അതേ തുടർന്ന് അവന്മാർ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ശേഷം അടുത്ത സീനിൽ ഒരു ആൻറ്റിയുടെ വീട് കാണിക്കുന്നു. അവിടെ കാശ് കൊടുത്ത ഒരാൾ അവർക്കൊപ്പം സംഗതികൾ നടത്താനായി വരുന്നു. അവരുടെ ലീലകൾ കഴിഞ്ഞ് അയാളിൽ നിന്നും അവർ പണം വാങ്ങുകയും അയാളെ പറഞ്ഞുവിട്ട് കിട്ടിയ കാശ് സന്തോഷത്തോടെ എണ്ണി വാങ്ങുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ ഹീറോയെ കാണിക്കുന്നു. ഹീറോ റൂമിൽ ഹീറോയിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ശേഷം ഹീറോയിൻ അയാൾക്ക് പാലുമായി എത്തി. എന്നാൽ ഹീറോ അത് കുടിക്കാതെ നീ കുടിച്ചോളൂ എന്നും നിനക്കാണിപ്പോൾ ഇതൊക്കെ ആവശ്യമെന്നും പറയുന്നു. ശേഷം അവർ ആ രാത്രിയിലും പതിവ് പോലെ എല്ലാം തുടങ്ങി വയ്ക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഹീറോയിൻ അന്നത്തെ രാത്രിയിലും മയങ്ങി വീഴുന്നു. ഇത് കാണുന്ന ഹീറോയ്ക്ക് ആകെ ദേഷ്യം കയറുന്നു. ശേഷം അടുത്ത ദിവസം ഹീറോയിൻ തറ തുടയ്ക്കുന്ന സമയം ഹീറോ അവളുടെ സൗന്ദര്യം നോക്കിയിരുന്ന് രസിക്കുന്നു. അത് കാണുന്ന ഹീറോയിൻ കഴിഞ്ഞ രാത്രിയിൽ അത്രയ്ക്കൊക്കെ ചെയ്ത് തൻ്റെ ബോധം പോലും കളഞ്ഞിട്ട് മതിയായില്ലേ എന്നവൾ ചോദിക്കുന്നു. എന്നാൽ നിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും എന്നോടിങ്ങനെ ചോദിക്കില്ല എന്ന് അയാൾ പറഞ്ഞു. എന്നാൽ അത് കേട്ട ഹീറോയിൻ തൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഈ വീട് വിട്ട് പോയേനെയെന്നും അയാളോട് പറഞ്ഞു. അടുത്ത സീനിൽ ആ ആൻറ്റിയെ കാണിക്കുന്നു. ആൻറ്റി ജോലി തിരക്കിൽ ആയിരുന്ന സമയം ആ പയ്യൻസിൽ ഒരാൾ അവരെ മറഞ്ഞു നിന്ന് നോക്കിയിരിക്കുന്നു. അത് കണ്ട ആൻറ്റി അവനെ അടുത്തേക്ക് വരാനായി വിളിപ്പിക്കുന്നു. തന്നെ ഒളിഞ്ഞു നോക്കിയതിന് ആൻറ്റി അവനെ വഴക്ക് പറയുകയും എന്താ വന്നതെന്നും ചോദിച്ചു. കുറച്ച് പഞ്ചസാര വാങ്ങിയിട്ട് വരാനായി വീട്ടിൽ നിന്നും തന്നെ പറഞ്ഞയച്ചതാണെന്ന് അവൻ പറഞ്ഞു. ശേഷം അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ അവർ പഞ്ചസാര എടുക്കാനായി കിച്ചണിലേക്ക് വരുന്നു. നല്ല ഉയരത്തിലായതിനാൽ അവൻ അവരെ അത് എടുക്കാനായി സഹായിക്കാമെന്നും പറയുകയും പയ്യൻസ് ആൻറ്റിയെ എടുത്ത് ഉയർത്തുകയും ചെയ്യുന്നു. ആ നിമിഷം അവർ 2 പേർക്കും നന്നായി മൂഡ് കയറുന്നു. ശേഷം ഒന്നും സംഭവിക്കാതെ ആ സാധനം വാങ്ങി അവൻ അവിടെ നിന്നും പോകുന്നു. വീട്ടിലെത്തി അവൻ ആൻറ്റിയെ ഓർത്ത് ഇരുന്നതോടെ അവൻ അവരുമായി ഒരു സംഗതി നടത്തുന്നത് സ്വപ്നം കാണാനും തുടങ്ങി. സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന് അവൻ ഉടനെ അത് നടത്തിയെടുക്കണമെന്നും മനസ്സിൽ തീരുമാനിച്ചു. അതോടൊപ്പം അവൻ വല്ലാത്ത നിരാശയിലുമാകുന്നു. ശേഷം അടുത്ത സീനിൽ പയ്യൻസ് അവൻ്റെ ഫ്രണ്ടിനെ പുറത്തുവച്ച് കാണുന്നു. അവൻ ആൻറ്റിയെക്കുറിച്ച് ഫ്രണ്ടിനോട് പറയാൻ തുടങ്ങി. അവരെപ്പറ്റി പറഞ്ഞതോടെ ഫ്രണ്ടിനും അവരെ കാണിച്ചു കൊടുക്കാനായി അവൻ തീരുമാനിക്കുകയും അവർ 2 പേരും ഉടനെ തന്നെ അവിടേക്ക് പോകുന്നു. ആ സമയം ആൻറ്റി അവിടെ പൂവ് പറിക്കാൻ നിൽക്കുന്നതായി കാണിക്കുന്നു. അവർ കാണുകയും 2 പേരും അവരുടെ സൗന്ദര്യം മാറി നിന്ന് നോക്കി രസിക്കുകയും ചെയ്യുന്നു. ആ സീനോട് സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിൻ്റെ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള സീരീസിൻ്റെ എപ്പിസോഡ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.